അത് പിന്നെ പലപ്പോഴും യോഗ്യരായവരെ ഒഴിവാക്കുകയും പിന്നെ അയോഗ്യരായവരെ തിരികെ കയറ്റുകയും ചെയ്യുന്ന സ്വഭാവം കോൺഗ്രസിനകത്ത് അത് എല്ലാ കാലത്തും ഉണ്ട്. എത്ര പണിയെടുത്ത ആൾക്കാർ ഈ പാർട്ടിക്കകത്ത് ഒന്നും അല്ലാതെ പോകുന്നുണ്ട്. കോൺഗ്രസിന് അത്രയും കുതികാല് വിട്ട് വേറെ ഒരു പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല. എങ്ങനെ ഒപ്പം നിൽക്കുന്നവന് പാര വെക്കാം എന്നുള്ളത് ഒരുമിച്ച് ഒരു പിന്നെ ഒരു കോൺഗ്രസ്സുകാരൻ്റെ അടുത്തുനിന്നൊരു ചായ വാങ്ങി വേറെ നേതാവിന് കുടിക്കാൻ പേടിയാണ്. അവൻ ആദ്യം നീ ഒരു കവള് കുടിച്ചിട്ട് തരാൻ പറയും. അത് പറയുന്ന അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴാണ് പണി അതിലെ കൂടെ വരുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ പണിയെടുക്കാൻ വിദഗ്ധരുമാണ് ഇവർ. എന്തെല്ലാം കളികൾ നമ്മൾ കണ്ടു വളർന്നതാണ്, ഏതൊക്കെ രീതിയിലുള്ള കളികൾ കണ്ടു വളർന്നതാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ ഇവരെല്ലാം CPM ആക്ഷേപിക്കുന്നുണ്ടല്ലോ. പിന്നെ സോളാർ കേസൊക്കെ വന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ കൊടുക്കാൻ വേണ്ടി അത്ര ചീഞ്ഞ കളികൾ കളിച്ചതിനകത്ത് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഉറപ്പല്ലേ? രാജമേന്ദ്രൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ള അറിയാവുന്ന വിഷയമാണ്, കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പം അതിനകത്തുള്ളത് അപ്പം എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയെ ലോക്ക് ചെയ്യാന്നുള്ള ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടി CM ആകാൻ വേണ്ടി, ഞാൻ ആൾക്കാരെ പേരും പറയുന്നില്ല, ഉമ്മൻചാണ്ടിക്ക് രാജിവെച്ചാൽ എനിക്ക് CM ആവാന്നുള്ള ഒറ്റ ഭാഗമായിട്ടുള്ള ചില നീക്കങ്ങൾ നീക്കിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ പക്ഷേ അവസാനം CPM തലയിൽ കൊണ്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ കോൺഗ്രസ്സുകാർക്ക് ഒരു അറിയത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരം.